ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കൂടാനായിട്ട് തിരുവല്ലയിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ആലുവയിൽ നിന്ന് വേനാട് എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ തിരുവല്ലയിലേക്ക് പോകുന്നത്. എടപ്പള്ളി ചേർന്നല്ലൊരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ യൂ ടേൺ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു യൂ ടേൺ കടന്ന് കിട്ടുക എന്നുള്ളത് വലിയൊരു പരിപാടിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് കിട്ടിയാൽ നല്ല സുഖമാണ്. നമുക്ക് സുഖമായിട്ട് വേഗം പോകാൻ പറ്റും. നമ്മൾ നേരെ സ്റ്റേഷനിൽ കയറി കോച്ച് പൊസിഷൻസ് നോക്കാം കേട്ടോ. ഏറ്റവും ഫ്രണ്ടിൽ കയറാനുള്ളൊരു പ്ലാൻ ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ജനറലാണ് പോകുന്നത്. ആലുവയിൽ നിന്ന് കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്നത് കണ്ടോ. എല്ലാവരും സ്കാറ്റർ ആയിട്ടാണ് ഇരുന്നത്. ആ സമയത്ത് കടലക്കാരണങ്ങൾ വന്നതുകൊണ്ട് ഒരു കടല മിഠായും ഒരു മസാലയുള്ള കടലയും വാങ്ങി ഞാനും ദേവിയും ടൈം ചിലവഴിച്ചപ്പോഴാണ് എറണാകുളത്തെത്തിയപ്പോൾ ആൾക്കാർ ഇറങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ റോല് സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിതാ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ടോ. ആദ്യമായിട്ടാണ് ഈ സ്റ്റേഷൻ കാണുന്നെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരം ഇല്ലാതെയാണ് ഞാൻ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് നമ്മൾ ഊബർ എടുത്തിട്ടാണ് തുഷ്കുൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടുന്ന് ഒരു 10 minutes ഡ്രൈവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തുഷ്കുൻ്റെ വീട്ടിലെത്തി. തുഷ്കുൻ്റെ ഫ്രണ്ട് അപ്പു നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തുഷ്കുൻ്റെ വീട്, അതാണ് തുഷ്കുൻ്റെ ഷാഡു. അങ്ങനെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ ഈ കലാപരിപാടി ഞങ്ങൾ കാണുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ തുളസിമാല കയ്യിലിട്ടിട്ടാണ് പുള്ളിക്കാരി ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ അത് ഊരാൻ അറിയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അത് ഊരി കൊടുത്ത് ഊരി കിട്ടിയ സന്തോഷമാണ് ആ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സുകുമാവൻ്റെ വണ്ടിയിൽ വലിയമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ നല്ല ചെണ്ടമേളം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെണ്ടക്കാരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയാണ് ഇവനെ കണ്ടത്. ഇവനാണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, എൻ്റെയും തുഷ്കുതി സ്വന്തം ഉണ്ണി. അങ്ങനെ അവനോട് കുറേ നേരം സംസാരിച്ച് അവൻ്റെ കത്തിയുടെയൊക്കെ കേട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ശ്രീവല്ലഭസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ഞങ്ങൾ നിന്നോട്ടോ. അപ്പോഴാണ് സൈഡിൽ സേവ നടക്കുന്നത് കണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. ഇവിടെയാണ് നമ്മുടെ സേവ നടന്നുകൊണ്ടിരിക്കുന്നത്. സേവ നടക്കുന്ന ഈ സൈഡിലെ ചെണ്ടമേളവും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ശ്രീവല്ലഭസ്വാമിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തിരുവല്ല ജയരാജനും തൊട്ടടുത്ത് സുദർശനമൂർത്തിയുടെ തിടമ്പേറ്റി ചുരൂരു മഠം രാജശേഖരനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആനപ്രേമിയും മേളപ്രേമിയും ആയ എനിക്ക് ഇത് കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ കുറേ നേരം മേളമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ കിഴക്കേ നടയിലേക്ക് പോന്നു കേട്ടോ. ഇത് കിഴക്കേ നടയനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ കുറേ കാലത്ത് നമ്മുടെ ദേവേൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉത്സവപ്പറമ്പിൽ നിന്ന് ഒരു പഞ്ഞി മിഠായി. അത് ഞങ്ങൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അത് കിട്ടിയ സന്തോഷമാണ്. നോക്കി അവളുടെ സന്തോഷപൂരിതമായ മുഖം. അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ അരുണേട്ടൻ്റെ സർബത്ത് കടയിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് യമണ്ടൻ സാധനങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ബൂസ്റ്റ് കുലുക്കി, മിന്റ് ലൈം, കോൾഡ് ബദാം, പിന്നെ ഒരു 6 സാധനം കാന്താരി സോഡ. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സമയം നോക്കിയത്. പണ്ട് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞ പോലെ സമയം രാത്രി 1:30. നേരെ പറഞ്ഞു, ഹേ ശ്രീ കോൾ സുകുമാമൻ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് അടുത്ത ഷോർട്സിന് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.